കൊല്ലത്ത് 66 ചാക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയ കേസിലെ പ്രധാന പ്രതിയും മുൻ ഡിവൈഎഫ്ഐ നേതാവുമായ ദീപു അറസ്റ്റിൽ. ഇരവിപുരം പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേസിൽ നേരത്തെ വഞ്ചിക്കോവിൽ സ്വദേശി ആദർശ് പിടിയിലായിരുന്നു. മുമ്പ് സമാന കേസിനെ തുടർന്നുണ്ടായ സംഭവങ്ങളിൽ ദുരൂഹത ഏറെയാണ്. ഇരവിപുരം പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ പരിശോധനയിലാണ് 66 ചാക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. വീട്ടുടമയായ വഞ്ചിക്കോവിൽ സ്വദേശി ആദർശിനെ പോലീസ് പിടികൂടിയിരുന്നു. മുൻ ഡിവൈഎഫ്ഐ നേതാവായ ദീപുവാണ് ലഹരി ഉൽപ്പന്നങ്ങൾ ആദർശിന്റെ വീട്ടിലെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നത്. ഒളിവിലായിരുന്ന ദീപുവിനെയാണ് ഇരവിപുരം പോലീസ് പിടികൂടിയത്. സമാന കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ദീപു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സ്കൂൾ കോളേജ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലഹരി വിൽപ്പന നടത്തി വന്നത്. മുൻപ് ഇയാൾ വാടകയ്ക്കെടുത്തിരുന്ന കടയിൽ നിന്നും ചാക്ക് കണക്കിന് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. എന്നാൽ പാർട്ടി സ്വാധീനത്തിൽ ഇയാൾക്ക് പോലീസ് സംരക്ഷണം ലഭിച്ചിരുന്നതായാണ് ആരോപണം. അതേസമയം മുൻപ് സമാന കേസുമായി ബന്ധപ്പെട്ട ഇരവിപുരം പോലീസുമായുണ്ടായ തർക്കത്തെ തുടർന്ന് ഹരിലാൽ എന്ന യുവാവ് ആത്മഹത്യ ചെയ്തതിലും ദുരൂഹതയുണ്ട്. ഹരിലാലിന് പോലീസ് മർദ്ദനമേറ്റു എന്നതാണ് വിവരം. ഈ മനോവിഷമത്തിൽ ഇയാൾ ആത്മഹത്യ ചെയ്തതിൽ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പ്രതിയായ ദീപു പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും വിവരമുണ്ട്. ഇതിൽ ഭയന്ന പോലീസ് ഉദ്യോഗസ്ഥർ ദീപുവിനെതിരെ നിസാര വകുപ്പുകൾ ചുമത്തി ജാമ്യത്തിൽ വിട്ടതായാണ് ആരോപണം. ജനം, കൊല്ലം.